എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ ദൈവശത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവരെ, കുഞ്ഞുങ്ങൾ രോഗം വന്നിട്ടും പോകാതെ അങ്ങനെ മനസ്സും മടുത്ത് കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. എല്ലാ സന്തോഷവും പോയവരുണ്ട്. കുഞ്ഞുങ്ങൾ ജനിച്ചതിൻ്റെ പേരിൽ അവർക്കുണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ, മാറാത്ത രോഗങ്ങൾ കാരണം ജീവിതം തീർന്നെന്ന് വിചാരിച്ചിട്ട് ആ കുരിശിൽ ചുമന്നുണ്ടാക്കുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം നീ ശക്തിപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിനക്ക് താങ്ങാനാവാത്ത പ്രലോഭനം ഞാൻ നിനക്ക് നൽകത്തില്ലെന്ന് പറഞ്ഞ പോലെ കർത്താവ്, ഒരു മനുഷ്യനും താങ്ങാനാവാത്ത ദുഃഖം കൊടുത്ത് കർത്താവ് അവർ വീണപാട്ടത്തിന് കിടന്ന് അഴുകിപ്പോകാതിരിക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. നീ എഴുന്നിരുന്ന് നടക്കുക. ദൈവവേദന സാമ്പത്തിക കടങ്ങളുള്ളവർ, ജപ്തി നടപടിയുള്ളവർ, വന്ന് പെട്ടുപോയവർ, അന്യൻ്റെ കൈകളിലെ അധ്വാനത്തിൻ്റെ ഫലങ്ങൾ അകപ്പെട്ടു പോയവർ, അത് കേസായി പോയവർ, ഭാഗോടമ്പടി നടക്കാത്തവർ, ജോലി ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്നിട്ട് അത് അങ്ങനെ ആശിച്ച് മോഹിച്ചൊക്കെ ഇരുന്നതും അതും നഷ്ടപ്പെട്ടിരിക്കട്ടെ. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലെ വിഷമിക്കുന്നവർ, അങ്ങോട്ടും ഇവിടെ കുറ്റം പറഞ്ഞ് എൻ്റെ കുഴപ്പമാണ്, ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റം വിധിക്കാനും നമ്മളെ കൊച്ചാക്കാനും ചെറുതാക്കാനും വെറുമയാക്കാനും അനേകം പേര് നിൽക്കും. കർത്താവ്, നീ മാത്രമേ അവർക്കുള്ളെന്ന് ഓർക്കണമേ. അയൽവാസികൾ തമ്മിൽ ഭിന്നതയും പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുള്ളവർ, വിറ്റുചുട്ട് പോയാൽ മതി, പക്ഷേ വിൽക്കാൻ ആൾക്കാർ സമ്മതിക്കണമില്ല. ആ രീതി കിടന്ന് വിഷമിക്കുന്നവരുണ്ട്. സ്ഥലം വിറ്റ് മാറാൻ പറ്റാത്തവരുണ്ട്. വഴിയില്ലാത്ത സ്ഥലം എടുക്കാത്ത അവസ്ഥകളുണ്ട്. അതുകൊണ്ട് തന്നെ കൊത്തിക്കൊണ്ട് പറക്കാനും പറ്റത്തില്ല, എടുത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അകപ്പെട്ടു പോയവരുണ്ട്. എൻ്റെ കർത്താവിൻ്റെ ഉന്നത നാമത്തിൽ ഇരുമ്പ് ചങ്ങലകളെ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. നീ ഒരു ആധ്യാത്മികനാണ്, ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ ദൈവം കയറി വരുമ്പോഴേ മുമ്പ് തന്നെ സ്റ്റാറ്റസ് ലോയിങ് സംഭവിക്കും. പണ്ട് ഞാൻ ഫൊറോണ വികാരിയായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ, ഒരു കൊല്ലത്തിന് മുമ്പ് ഞാൻ പെട്ടെന്ന് വേറെ ട്രാൻസ്ഫറായി എനിക്ക് ഒരു കൊച്ചു പള്ളിയിലേക്ക് വന്ന് ചാപ്പിളിനായി. ശരിക്കും ഇപ്പോഴും ഞാൻ ചാപ്പിളിനാണ്, പക്ഷേ ഞാൻ ചാപ്പിളിന്ന് പ്രത്യേകം എഴുതും. വികാരം എഴുതത്തില്ല, ചാപ്പിളിൻ. ഞാൻ ഒരു ചാപ്പലിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം ഞാൻ എൻ്റെ പെരുന്നാൾ നോട്ടീസ് എഴുതിയിട്ടുണ്ട്, ചാപ്പിളിൻ ഫാ ജോസഫ് അലി വീട്ടിൽ. എന്താ കാര്യം? കർത്താവ് എനിക്ക് തന്ന സ്റ്റാറ്റസാണത്, ദൈവം തന്ന സ്റ്റാറ്റസാണ്. അപ്പം ഇത് ആദ്യം ദൈവം എന്നിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലായി തന്നത്. കാര്യം എന്താ, ഞാൻ ഫൊറോണ വികാരിയായ സമയത്താണ് എന്നെ പെട്ടെന്ന് എനിക്ക് സ്റ്റാറ്റസ് ലോയിങ് ഉണ്ടായത്. പക്ഷെ അന്ന് ഇത്രയും ജ്ഞാനം എനിക്കില്ല. അന്നാണ് എനിക്ക് ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കളിച്ചതിന് ശരിക്കും. എന്താ കാര്യം, നമ്മളെ ദൈവം ഉയർത്തണം മുമ്പാണല്ലോ ഈ സാധനം തരുന്നത്. പക്ഷേ ദൈവം ഉയർത്താനുള്ള ഉയർത്തി. ഞാൻ ആ പള്ളിയിൽ പോയിരുന്നുണ്ട്, എൻസൈക്ലോപ്പീഡിയ എഴുതി. ആ പള്ളിയിൽ ചാപ്പലിൽ പോയിരുന്നുണ്ട്. ഇപ്പോൾ ചാപ്പലത് ഭയങ്കര നികഷ്ട ജീവിതമായിരുന്നേ. ആ ചാപ്പലിൻ്റെ അരികിൽ തന്നെയാണ് പൊതു കക്കൂസ് ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഓഫീസ് മുറിയുടെ ബാക്കിൽ ജനൽ തുറന്നു കഴിഞ്ഞാൽ ഈ കക്കൂസിൻ്റെ മണം പുറത്തേക്ക് വരും. എൻ്റെ 5 കൊല്ലം അവിടെ ഇരുന്ന് അതിൻ്റെ പേരിൽ ഞാൻ പോയി കംപ്ലൈൻറ്റ് ചെയ്യുകയോ അതൊരു ബുദ്ധിമുട്ടായിട്ട് ജനങ്ങളോട് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ശേഷം ചെന്നവർ മേട പൊളിച്ച് വേറെ മേട ഉണ്ടാക്കി. കാര്യം ഞാൻ കർത്താവ് തന്ന സ്റ്റാറ്റസ് അക്സെപ്റ്റ് ചെയ്തു. ഞാനെന്ന് പറയുകയല്ല, ദൈവിക വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ, അവിടെ ഇരുന്ന് എഴുതിയതാണ് 7000 പേജോളം എഴുതി. അങ്ങനെ 7 പ്രാവശ്യം എഴുതിയാണ് എൻസൈക്ലോപ്പീഡിയ, ചവിട്ടാള എൻസൈക്ലോപ്പീഡിയ. എൻ്റെ ഗവേഷണമൊക്കെ നടത്തിയായിരുന്നു. സാഹിത്യ അക്കാദമി പോയി പഠിച്ചു ഒരു വില മുഴുവനും. പക്ഷേ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. അപ്പോൾ എന്താ സാർ, സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിന് ഒരു പ്രഖ്യാപിത അജണ്ട ഉണ്ടാവും. നീ വർക്ക് എല്ലാം തീർന്നെന്നൊക്കെ വിചാരിക്കും. എൻ്റെ തെദേവ് എന്ന് പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം എഴുതിയിട്ടുണ്ട് ഞാൻ, കടന്നു വന്ന വഴികൾ. അപ്പം നീ ആൾക്കാർ ഉടമ്പടി ദൈവം തന്നപ്പോഴല്ലേ ലോകം മുഴുവൻ അറിയാൻ തുടങ്ങി. അങ്ങനെയല്ല, അതൊക്കെ മുമ്പ് ദൈവത്തെ അറിയാമായിരുന്ന ഒരു ജോസഫ് ഉണ്ടായിരുന്നു. അതാണ് സംഭവം. നിങ്ങളിപ്പോൾ ഈ ഉടമ്പടി കൊണ്ടാണ് ചില ആൾക്കാരൊക്കെ എന്നെ നല്ലവണ്ണം ധരിക്കുകയോ തെറ്റിദ്ധരിക്കുകയൊക്കെ ചെയ്യണത്. പക്ഷെ അത് കർത്താവിൻ്റെ അവസാനത്തെ ഒരു ഇൻ്റർവെൻഷൻ മാത്രമാണ്. ഉടമ്പടി എനിക്ക് മുമ്പൊരു ജീവിതമുണ്ട്. 2001 കൃപാസനത്തിൽ ഇവിടെ വന്ന് കലവൂര് മിഷൻ തുടങ്ങണം. അതൊക്കെ 10 കൊല്ലം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കടലിലായിരുന്നു കൺവെൻഷൻ നടത്തിക്കൊണ്ടിരുന്നത് 10 കൊല്ലം.
അപ്പം അത് എനിക്ക് ചുമയും പനിയും വർഷങ്ങളോളം മാസങ്ങളോളം ആശുപത്രി കിടപ്പൊക്കെ ആയിരുന്നു എനിക്ക് കിട്ടിയത്. ഇടവേള ജോലി നടക്കണം, അതും നടക്കണം, എല്ലാ സ്ഥലങ്ങളിലും പോയി മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. ദൈവത്തിന് വേണ്ടി മാത്രം ചെയ്ത ജീവിതമായിരുന്നു അത് തീർന്ന് സുവിശേഷ പ്രഘോഷണ ദശ 2000 കൊണ്ട് തീർന്ന് 2001 വന്ന് ഇവിടെ ജൂലൈ 6 ഇവിടെ കലൂർ വന്നിട്ട് അന്ന് റീത്ത പുണ്യാളത്തെ ഇവിടെ ഉണ്ടായിരുന്നത് കൊച്ചു കുരിശുപേര ഫ്രാൻസിസ് ബ്രദറിൻ്റെ. അപ്പം ഞാൻ പ്രശാന്ത് അച്ഛനെ വിളിച്ച് IMS അച്ഛാ എനിക്ക് പെരുന്നാളും തുടങ്ങി തരാമെന്ന് പറഞ്ഞ് റീത്ത പുണ്യാളത്തിൻ്റെ. അദ്ദേഹം പെരുന്നാൾ തുടങ്ങാൻ വേണ്ടി കൊടി കയറ്റാൻ വേണ്ടി അന്ന് ഒന്നുമില്ല കൃപാസനത്തിൽ, കുറച്ച് പുല്ലും പിടിച്ച് കിടക്കുന്ന ഒരു പറമ്പ് മാത്രമുണ്ട്, ഒരു പഴയ കുരിശടിയുണ്ട് ചെറിയ. അവിടെ റീത്ത പുണ്യാളത്തെ പടം ഇപ്പോഴും നമ്മുടെ കൃപാസനം അവിടെ കാണാം സൈഡിൽ. പ്രശാന്ത് അച്ഛൻ അന്ന് ജൂലൈ 6 കൊടി കയറ്റി വെച്ച് കൊടി ഇങ്ങനെ കയറിപ്പോയി താഴെ അച്ഛൻ മേലോട്ട് പോയിട്ടും കൊടി നോക്കിയിട്ട് താഴേക്ക് എന്നെ നോക്കിയിട്ട് പറഞ്ഞു 15 കൊല്ലം കഴിയുമ്പോൾ ഇത് ഫേസ് ലിഫ്റ്റ് ആകുമെന്ന് പറഞ്ഞു. 15 കൊല്ലം ദർശനമാണത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാനത് സീരിയസ് ആയിട്ട് എടുത്തു, മറക്കാതെ എടുത്തു. ആ കറക്റ്റ് 15-ാം കൊല്ലമാണ് നമുക്ക് ഉടമ്പടി മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നമ്മൾ പരസ്യമായിട്ട് ആൾക്കാരെ പ്രതിഷ്ഠിക്കുന്നത്. അപ്പോഴാണ് ഉടമ്പടി കിട്ടണത് നമുക്ക്. അത് പറഞ്ഞ കറക്റ്റാണിത്. അതായത് നമ്മൾ ഇന്നും ദൈവം എല്ലാവരിലൂടെയും സംസാരിക്കുന്ന ഒരു കാലമാണിത്. നിർഭാഗ്യവശാൽ ഔദ്യോഗികമായ സഭയ്ക്ക് ചിലർക്കെങ്കിലും ഇതിനെക്കുറിച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. സഭയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാരണം അൽമേനികളുടെ ശാക്തീകരണം ഒരു ഭയങ്കരമാണ്. കാര്യം അന്ന് ഞങ്ങൾക്ക് സ്റ്റെരിക് എന്ന് പറഞ്ഞ ധ്യാനം ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മൾ വന്ന വഴികളിലൂടെ എങ്ങനെയാണ് ദൈവം സഞ്ചരിച്ച് നമ്മളെ കൈപിടിച്ച് നടത്തിയതെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ബോധ്യം കിട്ടും. എന്താ കാര്യം, അന്ന് സ്റ്റെരിക് അത് കടലോര കൺവെൻഷൻ കഴിഞ്ഞ് കടലോര തിരുവനന്തപുരം ജൈത്രയാത്ര കഴിഞ്ഞപ്പോഴാണ് കർത്താവ് എനിക്ക് അഖണ്ഡ ജപമാല നടത്താൻ തന്നു. അഖണ്ഡ ജപമാല കഴിഞ്ഞപ്പോൾ ആ അഖണ്ഡ ജപമാല വളർന്നാണ് ഇന്ന് 3 ലക്ഷം പേര് പങ്കെടുക്കുന്ന അഖണ്ഡ ജപമാല റാലിയായിട്ട് വളർന്നത്. ഇപ്പം ഈ 25-ാം തീയതി ഒക്ടോബർ 25-ാം തീയതി നമുക്ക് റാലിയല്ലേ, ആരും മറന്നു പോരുതേ, വന്നേക്കണേ, രാവിലെ 6 മണിക്ക് തുടങ്ങേ. പ്രത്യേകിച്ച് ലോകസമാധാനത്തിന് വേണ്ടിയാണ്. മാർപ്പാപ്പ പറഞ്ഞു കേട്ടില്ലേ, കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കുകയാണ് ആൾക്കാരുടെ കയ്യിൽ നിന്ന്, സമാധാനം വിട്ടുപോയിരിക്കുക. ഈ ഒന്നുവരെയൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇനി ദൈവം തന്നെ നേരിട്ട് ഇറങ്ങിയാലേ സമാധാനം ഉണ്ടാകത്തു ലോകത്തിന്, അല്ലെങ്കിൽ അങ്ങോട്ടും അനുഭവം പെറിഞ്ഞ് യുവന്മാർ നശിപ്പിക്കുകയും ചെയ്യും. പക്ഷെ ആ റാലി നമ്മളെ ഏൽപ്പിച്ച എന്താ, ഈ 3 ലക്ഷം പേരുടെ റാലി എന്തുകൊണ്ടാണ് കൃപാസനത്തെ ഏൽപ്പിച്ചത്? അത് ഓൾറെഡി അതൊരു പ്രോഗ്രാമല്ല. കൃപാസനത്തിന് കർത്താവിനെ അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടി 2001 തുടങ്ങിയതാണ് അഖണ്ഡ ജപമാല എന്ന് പറയുന്ന സംഭവം. പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുക. കോടിക്കണക്കിന് ജപമാലയാണ് ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയും കർത്താവിനെ അറിയാൻ വേണ്ടി അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടി ചൊല്ലി ഇതിൻ്റെ അടിത്തറ കിടക്കണത്. അതുകൊണ്ട് കൃപാസനത്തെ ചവിട്ടുമ്പോഴത്തേ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാക്കുന്ന കാരണം അതാണ് ശരിക്കും. അപ്പം അന്ന് ഞങ്ങൾ കൊണ്ടുവരുന്നത് സിരിഗ്മ ധ്യാനമാണ്, കെരിഗ്മയല്ല, അത് കേസ്റ്റഡ് ധ്യാനമാണ്. കെരിഗ്മ പണ്ടുണ്ടായിരുന്നത്. ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് സ്റ്റെരിഗ്മയാണ്. ഇത് സ്ഥിരീകരണ ധ്യാനം, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക വിശ്വാസ പരിശീലന ധ്യാനമാണത്. അപ്പം അതിന് അന്ത്യത്താഴമൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് എല്ലാവരും താഴെ ഇരുന്നുകൊണ്ട് കർത്താവിനെ പോലെ വറുത്ത മീനും ഇതും ബണ്ണൊക്കെ വെച്ച് കുർബാനയല്ലേ ഇടാ, പക്ഷേ അതിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് സ്നേഹക്കൂട്ടായ്മയൊക്കെ ഉണ്ടായിരുന്നു. അത് വലിയ അഭിഷേകത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് തിരിയെല്ലാം കത്തിച്ച് പ്രാർത്ഥനയിൽ ചെയ്യുന്ന സമയത്ത് അപ്പോൾ TR പീറ്റർ എന്ന് പറഞ്ഞൊരു സഹോദരൻ ഈ അന്ത്യത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടേ, പറഞ്ഞു കുറേ പ്രാക്കൾ വരുന്നു, കുറേ പ്രാവുകൾ പറന്നു വരുന്നു, കുറേ കൊന്തകൾ കൊത്തിക്കൊണ്ട് ലോകത്തെല്ലായിടത്തും പോണെന്ന്. അപ്പം ഞാൻ പ്രൈസ്തലോടെ ഞങ്ങൾ കിടന്ന് കാര്യം എനിക്കത് മെസ്സേജാണ് മനസ്സിലായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താണ്, അമേരിക്ക, ചിക്കാഗോ, അയർലൻഡ്, റോം, ഫ്രാൻസ് എല്ലായിടത്തും അഖണ്ഡ ജപമാല റാലി നടക്കുകയാണ്. അന്നത്തെ ദർശനമാണ് TR പീറ്ററിൻ്റെ. അദ്ദേഹം വലിയ ആധ്യാത്മികവാദിയൊന്നുമല്ല, പക്ഷേ ആ ഒരു അഭിഷേകത്തിൻ്റെ ടൈമിൽ ദൈവം അദ്ദേഹത്തിന് കഴിവ് കൊടുത്തതാണ്.
ഈ സ്റ്റെറിഗ്മ ധ്യാനം തീർന്നപ്പോൾ സാജൻ ബ്രദർ ഉണ്ടായിരുന്നു എൻ്റെ കണ്ടക്കിടയിൽ. ഇന്ന് അദ്ദേഹം ഓൾ ഇന്ത്യ ഈ പ്രൊക്ലമേഷൻ മിനിസ്ട്രിയുടെ വലിയൊരു മിനിസ്റ്ററാണ് ഷാജൻ ബ്രദർ. അപ്പോൾ ഷാജൻ ബ്രദർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഷാജൻ ബ്രദർ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, സ്റ്റെറിഗ്മ ധ്യാനം കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കുന്ന സമയത്ത് ബൈബിൾ തുറന്നപ്പോൾ കർത്താവ് ഒരു വചനം കൊടുത്തു. എന്ത് വചനമാണെന്ന് അറിയാമോ? അതായത് ഹഗ്ഗായി 2:9. ഈ ആലയത്തിന്റെ പൂർവമഹത്വത്തെക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം. എന്നിട്ട് ഷാജൻ ബ്രദർ എന്നോട് പറഞ്ഞു, എനിക്ക് അച്ഛാ മെസ്സേജ് കിട്ടിയടാ എന്ന് പറഞ്ഞ്. ഷാജൻ അറക്കൽ ഞങ്ങൾക്കറിയാം, ഷാലൂമിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഷാജൻ അറക്കൽ എൻ്റെ കൂടെ ആയിരുന്നു ആദ്യം. അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത മെസ്സേജാണ് ശരിക്കും ധ്യാനം കഴിഞ്ഞപ്പോൾ ഈ ആലയത്തിൻ്റെ. അപ്പോൾ ഈ ആലയത്തിൽ പറഞ്ഞ കൃപാസനം എന്താണെന്നറിയാമോ? നീന്തിക്കയറണം ഇവിടെ. പിന്നെ ഒരു ഈ ചെമ്മി ഷെഡ് പോലെ ഷെഡ് ഉണ്ടായിരുന്നു, അതിനകത്ത് കുറേ മെറ്റൽ കിടപ്പുണ്ടായിരുന്നു. ആ മെറ്റലിൽ ആണ് ഇവിടെ നീന്തിക്കയറിയാണ് ഞങ്ങൾ അവിടെ ഷാജൻ ബ്രദർ വലിയൊരു ബാനർ, ഈ തന്ന വചനം ഒരു വലിയ ബാനറിൽ കെട്ടും. എന്താണ്? ഈ ആലയത്തിൻ്റെ പൂർവ്വമഹത്വത്തെക്കാൾ വലുതായിരിക്കും വരാൻ പോകുന്ന മഹത്വം എന്ന് എഴുതിയിട്ട് ഈ ബാനർ ആ ഷെഡിൽ മുഴുവൻ ഇങ്ങനെ കെട്ടിത്തൂക്കി വെക്കും. അപ്പോൾ അത് ഒരു കൊല്ലം ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഞാൻ ആ കർത്താവിൻ്റെ പ്രവചനത്തിൽ ഞാൻ വിശ്വസിച്ചു. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ശരിയല്ലേ? അന്നത്തെ കൃപാസം ഇന്നത്തെ കൃപാസം എന്ന് പറയുമ്പോൾ എന്താ? ഈ ആലയത്തിൻ്റെ പൂർവ്വമഹത്വത്തെക്കാൾ വലുതായിരിക്കും വരാൻ പോകുന്ന മഹത്വം. അത് തന്നെയല്ല വിജയകുമാറിലൂടെയും പറഞ്ഞത്. ഞങ്ങൾ കെട്ടിപ്പൂട്ടി ഇറങ്ങുമ്പോഴാണല്ല 2010 പറയണത്. എന്താ പറയണത്? എഗ്രിമെൻ്റ് എന്ന് അമ്മ പറയണമെന്ന് പറയും. അർമേനികളിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ദർശനങ്ങളിലൂടെയാണ് കൃപാസനം വളർന്നു വന്നത്. ഇന്ന് ദർശനം എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ അതിനെക്കുറിച്ചൊരു വിവരം ഇല്ലാത്തവരിങ്ങനെ ആക്ഷേപത്തിൽ സംസാരിക്കുമ്പോൾ നമുക്ക് സഹതാപം തോന്നും. എന്ത് സഹതാപം തോന്നും? എന്ത് കാര്യം? അവർക്ക് ദൈവാനുഗ്രഹം കൊടുത്തില്ല. പക്ഷെ നമ്മൾ ഓർക്കണം, അതായത് സൂക്ഷ്മ കാര്യങ്ങൾ പോലും ഞാൻ വിശ്വസിക്കുമായിരുന്നു. കാര്യം അത് വിശ്വസിക്കുമ്പോൾ നമുക്ക് അഭിഷേകം കിട്ടിയാൽ നമുക്കത് കർത്താവിന് സംസാരിക്കണമെന്ന് മനസ്സിലാകും. ആ അഭിഷേകം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓപ്പണിനൊക്കെ താക്കോലില്ലെങ്കിൽ നമ്മളതിനെ അവർക്ക് ആക്ഷേപിക്കും നമ്മൾ. അപ്പോൾ അതൊക്കെ എളിമയുടെ കുഴപ്പമാണ്. അത് ശരിക്കും ഇത് എളിമപ്പെട്ടാൽ മതി. മറ്റുള്ളവരിലൂടെയും കർത്താവ് പ്രവർത്തിക്കും എന്നുള്ളത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ സ്റ്റാറ്റസ് ലോ ചെയ്യണം. വേറെ പ്രശ്നമൊന്നുമില്ല.